മതിയോ? പോരാ. നമുക്ക് കുറച്ച് ആന്തരിക ഉപകരണങ്ങൾ വേണം. ഉള്ളില് കുറച്ച് ശക്തി വേണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ യാത്രയ്ക്കുള്ള കരുത്ത് നേടാൻ അഖണ്ഡജ്യോതി 3 പടികളാണ് നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. ഒന്നാമത്തേത് വ്രതം. അതായത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനുള്ളൊരു നിശ്ചയദാർഢ്യം, ഒരു ആത്മനിയന്ത്രണം. രണ്ടാമത്തേത് പവിത്രത. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമുള്ള ശുദ്ധി. കാരണം തെളിഞ്ഞൊരു കണ്ണാടിയിലെ പ്രകാശം ശരിയായി പ്രതിഫലിക്കൂ. മൂന്നാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും ശക്തമായത്, നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവിക സാന്നിധ്യമില്ലേ, അതിനെ 24 മണിക്കൂറും നമ്മുടെ ഒരു കൂട്ടാളിയായി കാണുക എന്നതാണ്. ആ ഒരൊറ്റ ബോധ്യം മാത്രം മതി. നമ്മൾ ഒരിക്കലും തനിച്ചാവില്ല. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ കുറച്ചൊക്കെ കരുത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം, ആത്മീയതയുടെ തത്വചിന്തയിലേക്ക്. ഇത് നമ്മുടെ പുറം ലോകത്തെയും നമ്മുടെ ഉള്ളിലെ ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജ്ഞാനത്തിന്റെ പാലം പോലെയാണ്. ഉദാഹരണത്തിന്, മൂർത്തി പൂജാക തത്വജ്ഞാൻ എന്ന ഭാഗം വിഗ്രഹാരാധനയുടെ യഥാർത്ഥ അർത്ഥം പറഞ്ഞുതരുന്നു. നോക്കൂ, ഒരു വശത്ത് ഒരു ബാഹ്യരൂപമുണ്ട്. അത് നമ്മുടെ മനസ്സിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രതീകം മാത്രമാണ്. എന്നാൽ ഏറ്റവും പ്രധാനം മറുവശത്തുള്ള ആന്തരിക ഭാവമാണ്. അതായത് യഥാർത്ഥ ആരാധന എന്നത് ആ പ്രതീകം പ്രതിനിധീകരിക്കുന്ന